ഹലോ ഗൈസ്, എപ്പിസോഡ് 56-ൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും ഷോക്കിംഗ് ന്യൂസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥം എല്ലാ പ്രേക്ഷകരും ഞെട്ടിയിരിക്കുകയാണെന്നാണ് പറയേണ്ടി വരുന്നത്. അതായത് വീക്കെൻഡ് എപ്പിസോഡാണ്, സാറ്റർഡേ സ്പെഷ്യൽ ലാലേട്ടൻ എപ്പിസോഡ്. അതിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ 4 ആൾക്കാരാണ്: ഋഷി, അൻസിബ, ഗബ്രി, ജാസ്മിൻ. ഇതിൽ നമുക്ക് എല്ലാവർക്കും ബിഗ് ബോസ് കാണുന്ന, ചോറ് തിന്നുന്ന പ്രേക്ഷകർക്ക്, അരി ആഹാരം തിന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ അൻസിബ വരെ ഉറപ്പിച്ചതാണെന്ന് പറയേണ്ടി വരും. വീട്ടിലുള്ള ഓരോ ആൾക്കാരുടെയും മനസ്സിലും എല്ലാ കാര്യമായിട്ടുള്ള ഒരൊറ്റൊരു പേരേ ഉള്ളൂ: അൻസിബ ഔട്ട്. അൻസിബ എന്താണ് ആ വീട്ടിൽ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം. കാര്യമായിട്ട് ഒരു സാധനവും ചെയ്തിട്ടില്ല. രാവിലെ വന്ന് മോർണിംഗ് ഡാൻസ് കളിക്കുക, പിന്നെ പോയി കട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുക. അൻസിബയ്ക്ക് തന്നെ ഉറപ്പായതായിരുന്നു അൻസിബ ഔട്ടാവുന്നത്. നോക്കുമ്പോൾ എന്താ പറയേണ്ടത്, അൻസിബയും ഋഷിയും സേവ് ആയിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ അവർ തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല. വീട്ടിലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഗബ്രി, ജാസ്മിൻ്റെ കാര്യവും പറയണ്ട. ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഈവൻ കണ്ടൻറ്റ് വരെ, പുറത്തുനിന്നുള്ള വൈൽഡ് കാർഡ് വരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവരെ അറ്റാക്ക് ചെയ്യുക, ഇവരെ ചുറ്റിപ്പറ്റി കണ്ടൻറ്റ് ഉണ്ടാക്കുക. ഈ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ആൾക്കാർ വീട്ടിലേക്ക് വരുന്നത് വരെ. എന്നിട്ട് ഈ നോമിനേഷൻ്റെ സമയത്ത് അപ്പോൾ ആദ്യം ഇവർക്ക് കൊടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് പോയിരുന്നിട്ട് സംസാരിക്കൂ, കാരണം ഈ ഒരു അവസരം ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലോ. ഇത്രയും ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ഇതിന് മുമ്പ് ഒരിക്കലും ഇങ്ങനെ രണ്ടാൾക്കാരെ തിരിച്ച് ഇങ്ങനൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്തുദ്ദേശത്തിലാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ഇത്രയും ഡ്രാമ? ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഏറ്റവും ചർച്ചാ വിഷയമായിട്ട്. ഇത്രയും വലിയൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇന്നത്തെ ഈ സംഭവത്തിനനുബന്ധിച്ചിട്ടായിരിക്കും നാളെയും മറ്റന്നാളും അടുത്ത ആഴ്ചയും ഒക്കെ കാര്യങ്ങൾ റൺ ചെയ്യാൻ പോകുന്നത്. അതായത് ഗബ്രി വീട്ടിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്, എവിക്റ്റ് ആയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ഇല്ല. നമുക്കറിയാം, ടാസ്ക് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഏൽപ്പിച്ച അത് അത്രയും കൃത്യമായിട്ട് നോക്കി അത്രയും കമ്മിറ്റ്മെൻറ്റോടുകൂടി ആ ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഗബ്രി. അതായത് ഇന്നലെ തന്നെ ജിൻഡോവും ഗബ്രിയും ജയിലിൽ പോകേണ്ട സമയത്ത് അവരെ സേവ് ചെയ്യാൻ വേണ്ടി ജിൻഡോനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ജയിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞ് ആ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി വഴി കാട്ടിക്കൊടുത്തത് ഗബ്രിയാണ്. ഗബ്രി ഒരു അലസനായിട്ടുള്ളൊരു പ്ലെയർ ആണെങ്കിൽ ഒരിക്കലും അത് അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോട് കൂടി അപ്പം തന്നെ ആ ഗെയിമിൽ ഇൻവോൾവ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിധി. ഇതൊരിക്കലും പ്രേക്ഷക വിധിയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. കാരണം അൻസിബ അല്ലാണ്ട് ഒരു മനുഷ്യൻ ഔട്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്നിട്ടാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ സംശയം വേറെ രീതിയിലാണ്. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളാണ് പുറത്ത് കാട്ടുതീ പോലെ കത്തുന്നത് നമുക്കറിയാം. അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെക്കാട്ടും വിദഗ്ധമായി അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെക്കാട്ടും തീ പടരുന്ന ഇഷ്യൂസാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത്. സീസൺ 5 കണ്ടസ്റ്റൻസ് വന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നതും അക്യൂസ് ചെയ്യുന്നതും തെളിവില്ലാതെ ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുന്നതും, അപ്പോൾ വേറെ പല ഓഡീഷന് പോയിട്ടുള്ള ആൾക്കാർ തെളിവ് സഹിതം കൊണ്ടുവന്ന് കുറേ ആൾക്കാരെ പൊളിക്കുന്നതും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ച് ആകെ ഒരു സാമ്പാർ അവിയൽ പരുവത്തിലായി നിൽക്കുകയാണ് ബിഗ് ബോസ് ഹൗസ്. അണിയറ പ്രവർത്തികളായിക്കോട്ടെ, അതിലുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും ക്വസ്റ്റ്യനബിളായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരുടെ മുമ്പിൽ അത്രയും ഒരു വൃത്തികെട്ടൊരു ഫോമിലാണ് സത്യം പറഞ്ഞാൽ ഇതിൽ പങ്കെടുത്ത ആൾക്കാരായിക്കോട്ടെ, ഇതിൽ പോയി ഇത് സംഘടിപ്പിച്ച എല്ലാ ആൾക്കാരും നിൽക്കുന്നത് നമുക്കറിയാം. ആ ഒരു സംഭവം എൻ്റെ കൃത്യമായിട്ടുള്ള എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരൊറ്റൊരു കാര്യം ഇത് ക്രിയേറ്റ് ചെയ്യൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവം കാരണം ഇത് മുഴുവനായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യും. കളിയാക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. ജബ്രികൾ എവിടെ, ജബ്രികൾ പിരിഞ്ഞോ, ജബ്രികൾ ഇനി ഇല്ല, ആ സംഭവങ്ങളൊക്കെ ഇപ്പം ഇനി തുടച്ചു മായും. എല്ലാം തുടച്ചു മാഞ്ഞു. ഇനിയിപ്പോൾ പുതിയ ഈ ഒരു സംഭവത്തിനെ സംബന്ധിച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഗബ്രി തിരിച്ചു വരില്ലെങ്കിൽ ഇത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഷോയിലോടുള്ള എല്ലാവിധ എന്താ പറയുക ഒരു പ്രേക്ഷകർക്കുള്ളൊരു വിശ്വാസമുണ്ട്. അത് എല്ലാ തരത്തിലും പോയും എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സംശയമില്ല, പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പോയി കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും നല്ലോണം കളിക്കുന്ന ഒരു പ്ലെയർ ഒരു കാരണവും ഇല്ലാണ്ട് ലാസ്റ്റ് ടോപ്പ് 5 ടോപ്പ് 3 എത്തേണ്ട ഒരു പ്ലെയർ, ടോപ്പ് 5 ഇരുന്നോട്ടെ, അതിലെത്തേണ്ട ഒരു പ്ലെയർ നമുക്കറിയാം ജബ്രികളുടെ ഇതിലാണ് ഗെയിം ഷോ തന്നെ പോകുന്നത്. അപ്പോൾ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത്
പുറത്തുള്ള സംഭവത്തിനെക്കാട്ടും അകത്തുള്ള സംഭവത്തിന് വാല്യൂ കൂട്ടാൻ വേണ്ടി ചെയ്ത ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ആസ് എ പ്രേക്ഷകൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യും. നമുക്കറിയാം പവർ ഹൗസിൽ ഇരുന്ന ഗബ്രി ആൾക്കാരുടെ ഒരു സംഭവം കുറച്ചായി നോമിനേഷനിൽ വന്നിട്ട്, അപ്പോൾ ആൾക്കാരുടെ പുറത്തുള്ളൊരു ഇതെങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു കുറ്റബോധം ഉണ്ടോ, അല്ലെങ്കിൽ ചെയ്തത് ശരിയായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് ആ സംഭവം, അങ്ങനെ ഇങ്ങനെയൊക്കെ ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നതും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വന്ന ഒരാൾ എന്നാൽ പിന്നെ ഓക്കെ മോനെ എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അറിയില്ല ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സീക്രട്ട് റൂമിൽ ഇട്ടതിന് ശേഷം ഗബ്രി തിരിച്ചു വരുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ എയർപോർട്ടിലേക്ക് വരുന്ന വിഷ്വൽസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത് ബിഗ് ബോസിൻ്റെ ഒരു പ്ലാൻ എന്നുള്ള സംഭവം തന്നെയാണ് എനിക്കെന്തായാലും 100% തോന്നുന്നൊരു കാര്യം. കാരണം പുറത്തുള്ള സംഭവങ്ങളെക്കാട്ടും അകത്തുള്ള സംഭവങ്ങളുടെ വിഷയമായിരിക്കണം ചർച്ച ചെയ്യുന്നത്. അത് തീ കത്തുന്നത് പോലെ പടരണം. ആ ഒരു സംഭവത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം ആക്കിയത്. ഇനിയിപ്പോൾ നോക്കിയാൽ കാണാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ സംഭവം തന്നെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. അഖിൽമാരാറിൻ്റെ സംഭവം അതിൻ്റെ വ്യക്തതയില്ലായതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പം പിന്നെ കുറേ ഓഡീഷന് പങ്കെടുത്ത ആൾക്കാരൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നടന്ന കാര്യം. ജാസ്മിൻ പിന്നെ കാണിച്ച സംഭവങ്ങളൊക്കെ പിന്നെ നമുക്ക് പറയണ്ട, അമ്മാതിരി രീതിയിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ